തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ തീവ്രതരം എന്ന ശക്തി നിപാതത്തെക്കുറിച്ച് നാം ഇനി കാണാൻ പോവുകയാണ്. നോക്കൂ. ജന്മത്തെ മേലാലില്ലാതാക്കും, തപത്തെ നൽകും, വിസ്മൃതിയെ തീർക്കുന്ന മാർഗത്തിൽ കൊണ്ടു നിർത്തും, നന്മയ്ക്കായി കുറപ്പെണ്ണാം കോമള വല്ലി തന്നെ തന്മയത്തോടെ പൂജ ചെയ്ത് നിൽക്കുവോർക്കെല്ലാം. അപ്പോൾ ദേവിയെ ആരാണോ പൂജ ചെയ്ത് പ്രസാദിപ്പിക്കുന്നത് അവർക്കെല്ലാം ദേവി തന്മയത്തോടെ നിൽക്കും. അപ്പോൾ ദേവിയെ നിരന്തരം ആരാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദേവിയുടെ ശക്തിസ്വരൂപിണിയായ ദേവിയുടെ ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. നന്മയ്ക്കായി കുറപ്പെണ്ണാം കോമളവല്ലി, ആ കുറപ്പെണ്ണായ കോമളവല്ലി, ആ ശക്തി ദേവത സാക്ഷാൽ പരാശക്തി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സാധകൻ്റെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം സാധകനോടൊത്ത് നിൽക്കുന്നു. അപ്പോൾ ശക്തി സ്വരൂപിണിയായ ദേവിയെ നിരന്തര ആരാധനയിലൂടെ പ്രസാദിപ്പിച്ചാൽ അവൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശസ്സുകളും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ദേവി തന്നിരിക്കും. നോക്കൂ, ജന്മത്തെ മേലില്ലാതാക്കും. പരമോന്നതമായ ഗുണം ലഭിക്കുന്നത് ദേവിയിൽ നിന്നാണ്. എന്താണ്? ജന്മത്തെ ഇല്ലാതാക്കും. ജന്മത്തിൻ്റെ ജനിമൃതികളുടെ ആ കെട്ടിനെ പൂർണ്ണമായും അറുക്കും. അതായത് സാധകൻ പിന്നീട് ഒരിക്കലും ജനനമരണങ്ങൾക്ക് വിധേയമാകാതെ സാക്ഷാൽ ശിവലോകത്തെ പ്രാപിക്കും. പിന്നീട് അവൻ്റെ ജീവിതം എങ്ങനെയുള്ളതാകും? തപത്തെ നൽകും. എപ്പോഴും തപസ്സിൻ്റെ ലോകത്തായിരിക്കും ആ സാധകൻ ജീവിക്കുന്നത്. അപ്പോൾ ദേവിയുടെ പ്രസാദം കൊണ്ട് ഒരാളുടെ ജീവിതം, ഒരു സാധകൻ്റെ ജീവിതം, ഒരു ഉപാസകൻ്റെ ജീവിതം എപ്പോഴും തപോമയമായിരിക്കും. തപസ്സിനെ പിന്തുടർന്നുകൊണ്ടുള്ള തപോമയമായ ഒരു ജീവിതമായിരിക്കും അയാൾ നയിക്കുന്നത്. പിന്നോ വിസ്മൃതിയെ തീർക്കുന്ന മാർഗത്തിൽ കൊണ്ടു നിർത്തും. എല്ലാ ലൗകിക സ്മൃതികളെയും ഇല്ലാതാക്കും. അതായത് ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ, ഭൗതിക സുഖങ്ങളെക്കുറിച്ച്, ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ദേവി ഇല്ലാതാക്കി തരും. അപ്പോൾ എല്ലാ ഭൗതിക സുഖസൗകര്യങ്ങളും നൽകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം സാധകനെ മുക്തനാക്കും. നേരത്തെ പറഞ്ഞതുപോലെ താമരയിലയിലെ വെള്ളത്തുള്ളി എപ്രകാരമാണോ താമരയിലയിലെ വെള്ളത്തുള്ളി താമരയിലയിൽ പറ്റിപ്പിടിക്കാത്തത്, അതേപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകസുഖഭോഗങ്ങളിൽ നിരന്തരം മുങ്ങിക്കഴിയുമ്പോഴും അതിലൊന്നും ആസക്തിയില്ലാതെ, അതിലൊന്നും പറ്റില്ലാതെ, അതാണ് എൻ്റെ ശരിക്കുള്ള മലയാള വാക്ക്, ലൗകിക ജീവിതത്തോട് യാതൊരു ഒട്ടിച്ചേരലുമില്ലാതെ, പറ്റില്ലാതെ ദേവി നമ്മെ കാത്തു രക്ഷിക്കുന്നു. പിന്നെ നോക്കൂ, ഭക്തന് കിട്ടിയാൽ ജ്ഞാനക്കൊഴുന്നൊന്ന് കിട്ടും. ഭക്തിയാൽ പല പുഷ്പങ്ങൾ അർപ്പിച്ച് പണിഞ്ഞാലും ഒന്നും ശിവൻ തൊടാതിരുന്നാലും അവനെ വേറിട്ടൊന്നുമില്ലവൻ ജീവൻ എല്ലാത്തിനും ജഗത്തിൽ എല്ലാത്തിനും ജീവനായിരിക്കുന്ന ഈ ശക്തി സ്വരൂപിണി ഭക്തന് ലഭിക്കും. എന്തു തരും? ജ്ഞാനക്കൊഴുന്നൊന്ന് കിട്ടും, ജ്ഞാനത്തെ നൽകും. അപ്പോൾ ദേവിയാണ് ജ്ഞാനത്തെ നൽകുന്ന ആദ്യത്തെ ശക്തി സ്വരൂപിണി. പല പുഷ്പങ്ങൾ അർപ്പിച്ച് പണിഞ്ഞാലും, അതേപോലെ ശിവനെ ഭജിച്ചില്ലെങ്കിൽ പോലും ദേവിയെ നിരന്തര സാധന ചെയ്യുമ്പോൾ ദേവിയുടെ അനുഗ്രഹവർഷം കൊണ്ട് ആ ഭക്തന് ജ്ഞാനം ലഭിക്കും. അപ്പോൾ
പൂജ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഭക്തിനിർഭരമായ പൂജ, ഫലപുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദേവിയെ നിരന്തരം ഹൃദയത്തിൽ വച്ച് ആരാധിക്കുന്ന, ദേവിയെ ഉപാസന ചെയ്യുന്ന ഒരു സാധകന്. അപ്പോൾ ദേവി ഉപാസകൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു ദേവി ഉപാസകനായാൽ മാത്രം മതി. ദേവി കനിഞ്ഞ് ജ്ഞാനത്തെ നൽകും, ശിവനെ നൽകും, ആ സാധകന് വേണ്ടതെല്ലാം നൽകും. അപ്പോൾ ദേവി ഉപാസകന് ശിവനെ ദേവി നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ദേവി ഉപാസന വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുണ്ടലിനി ശക്തിയെ ഉണർത്തുക. ഇവിടെ ദേവി എന്ന് പറയുന്ന ആരാ? കുണ്ടലിനി ദേവിയാണ്. കുണ്ടലിനി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവഭഗവാനെ ലഭിക്കും, ജ്ഞാനം പൂർണ്ണമായും ലഭിക്കും, ജീവിതത്തിലെ സുഖഭോഗങ്ങളെല്ലാം ലഭിക്കും. ഒന്നിനോടും ആസക്തിയില്ലാതെ, ഒന്നിനോടും പറ്റലില്ലാതെ, ഒന്നിനോടും പറ്റിച്ചേരാതെ ജീവിതത്തെ സാക്ഷീഭാവത്തിൽ നോക്കിക്കാണാൻ ദേവി നമ്മെ സഹായിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ജീവൻ എല്ലാ ജഗത്തിനും ജീവൻ നൽകുന്നത് ആരാണ്? ഈ ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. അതായത് കുണ്ടലിനി ശക്തിയാണ് എല്ലാത്തിനും ജീവൻ നൽകുന്ന. ലോകത്തിലെ സകലത്തിലും എന്ത് കുടികൊള്ളുന്നു? ഈ ജീവശക്തിയെ ഉണ്ടാക്കുന്ന ആ കുണ്ടലിനി ശക്തി, ദേവീ ശക്തി ഉറങ്ങിക്കിടക്കുന്നു. പക്ഷെ നമ്മിലെല്ലാം ഈ ശക്തി ദേവി ഉറങ്ങിക്കിടക്കുകയാണ്. മൂലാധാരത്തിൽ മൂവര ചുറ്റി അത് ഉറങ്ങിക്കിടക്കുകയാണ്, പാമ്പിനെ പോലെ. ആ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്വരൂപിണിയെ ഉണർത്തി മേലോട്ടേക്ക് സഹസ്രാരത്തിലേക്ക് എത്തിക്കണം. ആ സഹസ്രാരത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് യോഗസാധനയിലൂടെ ചെയ്യാൻ പറ്റും, സാമൂഹ്യ സേവനത്തിലൂടെ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റും, പരമസ്നേഹത്തിലൂടെ, ഈശ്വര സ്നേഹത്തിലൂടെ ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റും. പിന്നെ യോഗമാർഗത്തിലൂടെ, അതേപോലെ പ്രാർത്ഥനയിലൂടെ, മറ്റനേകം സാധനകൾ, അനേകം മാർഗങ്ങളുണ്ട് ഈ ശക്തിയെ ഉണർത്താനുള്ള അനേകം മാർഗങ്ങൾ. ആ അനേകം മാർഗങ്ങളിലൂടെ ശക്തിയെ ഉണർത്തി അതിലെ ഏറ്റവും പ്രധാനം ദേവിയുടെ മൗലിക സ്വഭാവമായ പരമസ്നേഹത്തെ കൊണ്ട് തന്നെ ഈ ശക്തി സ്വരൂപിണിയെ ഉണർത്താൻ കഴിയും, ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ കഴിയും. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് യോഗസാധനകൾ, മന്ത്രസാധനകൾ, തന്ത്രസാധനകൾ. ഇതിലൂടെ എല്ലാം തന്നെ ഈ ശക്തി സ്വരൂപിണിയെ ഉണർത്താൻ പറ്റും. അങ്ങനെ ശക്തി സ്വരൂപിണി ഉണർന്നു കഴിഞ്ഞാൽ, ശക്തി സ്വരൂപിണി പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജ്ഞാനവും ലഭിക്കും, ശിവനെ തന്നെ ലഭിക്കും. മാത്രമല്ല ജനിമൃതികളിൽ നിന്ന് എന്നേക്കുമായി മോചനം കിട്ടും. അപ്പോൾ ഇവിടെ ശക്തി സ്വരൂപിണിയുടെ ആ ഉണർച്ചയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്വരൂപിണിയെ നാം ഏത് വിധേനയെങ്കിലും ഉണർത്തി ഉയർത്തണം. അതിന് പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ തിരുമന്ത്രത്തിൽ തന്നെ എത്രയോ സാധനാക്രമങ്ങൾ പറയുന്നുണ്ട്. നാം ആദ്യം കണ്ടു തിരുമൂല പ്രാണായാമം കണ്ടു, അതിലൂടെ ഈ ശക്തി സ്വരൂപിണിയെ ഉണർത്താൻ കഴിയും. അതുപോലെ തന്ത്രസാധന ഒരുപാട് ഈ തിരുമന്ത്രത്തിലുണ്ട്. ആ തന്ത്രസാധനയിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരുപാട് യോഗ സാധനകൾ തിരുമന്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് ഈ ശക്തി സ്വരൂപിണിയെ സാക്ഷാത്കരിക്കാൻ പറ്റും. അതേപോലെ മന്ത്രസാധനകൾ, ഇങ്ങനെ അനേകം സാധനാക്രമങ്ങൾ, 100,000 സാധനാക്രമങ്ങൾ തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ നമുക്കായി കാഴ്ചവെക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധകന്മാർ എല്ലാവരും ഒരേ തരത്തിലുള്ളവരല്ല. അവരുടെ മനോഘടനയനുസരിച്ച് അവർക്ക് സ്വീകരിക്കാവുന്നത് ഏതാണോ അത് തിരുമന്ത്രത്തിൽ നിന്ന് സ്വീകരിച്ച് സാധന ചെയ്ത് ശക്തിയെ ഉണർത്തി ശക്തി സ്വരൂപിണിയെ സാക്ഷാത്കരിച്ച് ശിവസാക്ഷാത്കാരത്തിലേക്കും ആ ആനന്ദ താണ്ഡവ ദർശനത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ ഈ തീവ്രമായ ശക്തി നിപാതത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ
ഒരു മനുഷ്യജീവൻ്റെ കർത്തവ്യം. ശക്തിയെ ഉണർത്തിയാൽ എല്ലാമായി. അപ്പോൾ ഓം ശക്തി 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 എന്ന ആ മന്ത്രസാധന തന്നെ ശക്തിയെ ഉണർത്തും. ഇനി അടുത്ത തീവ്രതരം നോക്കൂ. കർമ്മങ്ങൾ രണ്ടും സമനിലയിൽ ഉത്ബോധം കൂടി ജ്ഞാനബോധം മാറിയേറും അരുളിനാൽ ശിവരൂപം പ്രത്യക്ഷമായി നിന്ന് നൽകുന്ന വിജ്ഞാനത്താൽ കർമ്മം പോയി മലം മൂന്നും മാഞ്ഞവൻ ശിവനാകും. ഒരു സാധകൻ ഈ ശക്തിയുടെ അനുഗ്രഹത്താൽ എന്തായി മാറും? മലം മൂന്നും മായും. അതായത് ആണവം, കർമ്മം, മായ. ഈ ശൈവ സിദ്ധാന്തത്തിലെ ഈ 3 മലങ്ങളും പരിപൂർണമായി നശിപ്പിക്കപ്പെടും. എന്നിട്ട് അതെല്ലാം മാഞ്ഞു പോയി, അതെല്ലാം നശിച്ചിട്ട് ആ സാധകൻ ശിവമായി മാറും. കണ്ടോ? അപ്പോൾ ഒരു സാധകൻ, ഒരു മർത്യൻ ശിവനായിട്ട് എപ്പോൾ മാറുന്നു? മലങ്ങൾ 3 മാറും. ശക്തിയുടെ അനുഗ്രഹത്താൽ ഈ ആണവ കർമ്മ മായാമലങ്ങൾ മാറും. മാത്രമല്ല കർമ്മം പോയി, കർമ്മവും പൂർണ്ണമായും ക്ഷയിക്കും, കർമ്മവാസനകളും പൂർണ്ണമായും ക്ഷയിക്കും. പ്രത്യക്ഷമായി നിന്ന് നൽകുന്ന വിജ്ഞാനത്തിന് അയാൾ അനുഗ്രഹീതനാകും. അങ്ങനെ ശക്തി സ്വരൂപിണിയായ ദേവി അയാൾക്ക് എല്ലാ വിജ്ഞാനവും നൽകും. അതിനു മുമ്പ് തന്നെ ജഡബോധം മാറി അരുണില്ലാൽ ശിവരൂപം തെളിയും. ജഡബോധം, നമ്മിലെ മായാബന്ധങ്ങളെല്ലാം മാഞ്ഞ് നമ്മിൽ ശിവരൂപം തെളിഞ്ഞ് വരും. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ മയങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ശിവൻ ഉണരുന്നു, അല്ല മറഞ്ഞു കിടക്കുന്ന ശിവൻ പ്രത്യക്ഷനാകുന്നു. കർമ്മങ്ങൾ രണ്ടും സമനിലയിലായിത്തീരുന്നു. ദുഷ്കർമ്മങ്ങളും സത്കർമ്മങ്ങളും ഒന്നുമില്ല. അങ്ങനെ കർമ്മങ്ങളെല്ലാം മറ്റ് ജഡബോധം നഷ്ടപ്പെട്ട് ശിവൻ്റെ അരുളിലാൽ ശിവരൂപത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഒരർത്ഥത്തിലുള്ള സാരൂപ്യമുക്തി, ശിവരൂപത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. അതോടെ അയാൾ ശിവനായി, ശിവരൂപിയായി മാറും. ഒരു സാധകൻ ശിവനായി, ശിവരൂപിയായി മാറുന്ന കാഴ്ചയാണ് ഈ ശക്തിയുടെ ഉദ്ഗമനത്തിൽ നാം കാണുന്നത്. ഇനി അടുത്ത പാടലൂടെ നോക്കാം. സായാഹ്ന ദീപം അർക്കേന്ദുക്കൾക്കും പ്രകാശത്തെ പായിക്കും, അവർക്ക് ഒളിയായിടുന്ന മട്ടിൽ ജ്ഞാനം വിളക്കും ഈശനുള്ളിൽ പുക്ക് ഇരുന്ന് പ്രകാശിപ്പിച്ചിടുന്നു നിരന്തരം. നമ്മുടെ ഉള്ളിൽ ശിവൻ എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ നൽകുന്നു, ശിവപ്രകാശം നൽകുന്നു. എങ്ങനെ? സായാഹ്ന ദീപത്തിനും ഹിന്ദുക്കൾക്കും, സായാഹ്ന ദീപങ്ങൾക്കും, അതേപോലെ വിളക്കുകൾക്ക് ആരാണോ വെളിച്ചം നൽകുന്നത്, ആരാണോ സൂര്യചന്ദ്രന്മാർക്ക് വെളിച്ചം നൽകുന്നത്. അപ്പോൾ നമ്മുടെ സായാഹ്ന ദീപങ്ങൾക്കും സൂര്യചന്ദ്രന്മാർക്കും ഏതൊരു മഹാശക്തിയാണോ പ്രകാശം നൽകുന്നത്, ആ ശക്തി സ്വരൂപനായ ശിവൻ നമ്മിൽ എന്തു ചെയ്യുന്നു? ജ്ഞാനം വിളക്കും ഈശനുള്ളിൽ പുക്കിരുന്ന്. ഈശൻ ശിവൻ എൻ്റെ ഹൃദയത്തിന് ഉള്ളിലിരുന്ന് എനിക്ക് എന്നിലെ ജ്ഞാനവിളക്ക് കൊളുത്തും. അതാണ്, എന്നെ ജ്ഞാനിയാക്കി മാറ്റും. എന്നിട്ടോ നിന്നെ പ്രകാശിപ്പിച്ചിടുന്നു നിരന്തരം. അങ്ങനെ ശിവപ്രകാശമായി സാധകൻ മാറുന്ന കാഴ്ച നാം ഇവിടെ കാണുന്നു. അപ്പോൾ ശക്തിയാൽ ശിവൻ്റെ അരുള് ലഭിക്കുന്നു, ശിവപ്രകാശം ലഭിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഉള്ളിൽ ശിവവിളക്ക് ജ്വലിക്കുന്നു, ശിവമായ ആ ജ്ഞാനവിളക്ക് പ്രകാശിക്കുന്നു. അത് അത്ഭുതകരമായ അനുഭവമാണ്. മഹായോഗികളെ കാണുമ്പോൾ, മഹാ അവതാരങ്ങളെ കാണുമ്പോൾ ഈ അനുഭവം നമുക്കുണ്ടാകാം. ആ അനുഭവത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. ജ്ഞാനവിളക്ക് 1000 സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന മഹാവതാരങ്ങൾ. ജീവിതത്തിൽ ചിലർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടാകും. മഹാ അവതാരങ്ങളെ, മഹായോഗികളെ കാണുമ്പോൾ 1000 സൂര്യന്മാർ ഉദിച്ച പ്രകാശമാണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർ ശിവരൂപികളാണ്, അവർ ശിവന്മാർ തന്നെയാണ്. ആ ശിവരൂപികളായ മഹായോഗികളെ കണ്ടാൽ അതെന്താണ്? ശിവനെ കാണുന്നതിന് തുല്യം തന്നെയാണ്.
അപ്പോൾ ഒരു മഹായോഗിയെ കാണുമ്പോൾ, ഒരു മഹാ അവതാരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അവരുടെ ആലിംഗനത്തിന് നാം വിധേയമാകുമ്പോൾ, അല്ലെങ്കിൽ അവരെ സ്പർശിക്കുമ്പോൾ, അവരുടെ നോട്ടം നമ്മിൽ വീഴുമ്പോൾ ഈ ശക്തിപാദം നമുക്ക് അനുഭവപ്പെടുന്നു. ഒരു മഹായോഗിയുടെ സ്പർശനത്താൽ, ഒരു മഹായോഗിയുടെ ദർശനത്താൽ, ഒരു മഹായോഗിയുടെ വീക്ഷണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു മഹായോഗിയുടെ ആ നിമിഷത്തെ സങ്കല്പം കൊണ്ട് തന്നെ ഒരു സാധകനിൽ ഈ ജ്ഞാന വെളിച്ചം പ്രകാശിക്കും. എത്ര പെട്ടെന്നാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പല അവതാര പുരുഷന്മാരെയും കാണുമ്പോൾ നിറഞ്ഞ സാധകന്മാർക്ക് ഈ ശിവ ഒളി അവരുടെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്നതായിട്ട് കാണാം. അനേകം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല. ചില അവതാര പുരുഷന്മാരുടെ സ്പർശനം കൊണ്ട്, അവതാര പുരുഷന്മാരുടെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങുമ്പോൾ നമ്മിലുണ്ടാകുന്ന ജ്ഞാന വെളിച്ചം വളരെ വലുതാണ്. അതോടെ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മുഴുവനും, അന്ധകാരം മുഴുവനും, അജ്ഞാനം മുഴുവനും മാഞ്ഞു പോകുന്നു. ഒരു വാക്ക് കൊണ്ട്, ഒരു സ്പർശം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് സംഭവിക്കും. ഇതാണ് ശക്തിപാദം. ഈ ശക്തിപാദം കൊണ്ട് തന്നെ അനേകം പേർ ഈ ലോകത്തിലെ മഹാകർമ്മങ്ങൾ ചെയ്തവരുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. രാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന് ഈ സ്പർശദീക്ഷ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നയനദീക്ഷ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതി. ചിന്മയാനന്ദ സ്വാമികൾ വളരെ ചെറുപ്പത്തിൽ യുക്തിവാദിയായിരുന്ന സമയത്ത് രമണ മഹർഷിയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം, നയനം, ദീക്ഷ ചിന്മയാനന്ദ സ്വാമിക്ക് കിട്ടി. അന്ന് ചിന്മയാനന്ദ സ്വാമി ഒരു യുക്തിവാദിയായിരുന്നു. ഇതെന്തോ മസ്മറിസമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പ്രസാദം പോലും വാങ്ങിക്കാതെ തിരിച്ചുപോയി. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞപ്പോഴാണ് ആ നയന ദീക്ഷ സമ്പൂർണമായി ചിന്മയാനന്ദനിൽ പ്രകാശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദീക്ഷയുടെ, ഈ ശക്തിപാദത്തിൻ്റെ അത്ഭുതകരമായ സ്ഥിതിവിശേഷങ്ങൾ. ഇത് അനുഭവിച്ച സാധകന്മാർക്ക് ഇത് വിവരിക്കാൻ പറ്റില്ല. അവരനുഭവിച്ച ആ ജ്ഞാന വെളിച്ചം എന്താണെന്ന് വാക്കുകളിലൂടെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു സ്വർഗീയ നിർവൃതിയാണ്, ആനന്ദ നിർവൃതിയാണ്. ശരിക്കും ശിവൻ്റെ ആനന്ദ താണ്ഡവം അതോർക്കുമ്പോൾ തന്നെ ശിവൻ്റെ ആനന്ദ താണ്ഡവത്തിൽ ഈ സാധകന്മാർ ലയിച്ചു ചേരും. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ ശക്തിപാദം. നമുക്കെല്ലാവർക്കും നമ്മുടെ ഗുരുവിനോട്, തിരുമൂലദേവനോട് പ്രാർത്ഥിക്കാം. അല്ലയോ തിരുമൂലദേവ, ഞങ്ങൾക്ക് ശക്തിപാദത്താൽ, സ്പർശദീക്ഷയാൽ, അല്ലെങ്കിൽ നയനദീക്ഷയാൽ, അല്ലെങ്കിൽ സങ്കല്പദീക്ഷയാൽ ഞങ്ങളെ ഈ ജ്ഞാന ഒളിയിലേക്ക് എത്തിക്കൂ എന്ന് പ്രാർത്ഥിക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.